ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ടാണ് ജൂൺ മാസത്തിൻ്റെ റീഡിങ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യാം. അപ്പോൾ വെർഗോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് പാസ്റ്റിൽ മെസ്സേജ് ഉണ്ടായിരുന്നത്, പാസ്റ്റിൽ എന്താണ് ഉണ്ടായ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ എനർജി. ഏസ് ഓഫ് സോർഡ്സ്, നിങ്ങളുടെ കറണ്ട് എനർജി ജൂണിന് വേണ്ടിയിട്ട് 8 ഓഫ് വാൻഡ്സ് ആണ്. ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് 9 ഓഫ് കപ്സ്. ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂൺ. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 ഓഫ് പെൻറ്റിക്കിൾസ്. ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹിഡൻ ഫാക്ടർ ആണ് സൺ. ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 2 ഓഫ് വാൻഡ്സ്. ആൻഡ് ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൻ്റെ വേൾഡ്. അപ്പോൾ വെർഗോ 2 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവറോൾ എനർജി. ഇത് ഒരു ക്രോസ് റോഡ്സിൽ ഉള്ള പേഴ്സൻ്റെ എനർജിയാണ്. ഈ പേഴ്സണിന് 2 ഡിറക്ഷൻസിൽ പോവാം, പക്ഷെ ഇവിടെ ഒരു ചോയ്സ് ഉണ്ടാക്കാണ്ട് ഏത് ചോയ്സ് ആണ് ഉണ്ടാക്കേണ്ടതെന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആലോചിക്കണത്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത്. അതല്ലാച്ചാൽ ഇത് ഒരു പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജൈസിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങൾ മേ ബി എന്തോ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തോ പ്ലാനിങ് ചെയ്യുന്നുണ്ടാവും, സ്ട്രാറ്റജൈസിങ് ചെയ്യുന്നുണ്ടാവും. നമ്മൾക്ക് എന്തായാലും ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ടു ഓഫ് വാൻഡ്സ് ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ എന്തോ ഒരു ഇതൊരു ലീഗൽ സിറ്റുവേഷൻ ആവാം നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് അതായിരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക, സ്ട്രാറ്റജൈസ് ചെയ്യുന്നുണ്ടാവുക. അതല്ലാച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മാരേജ് റിലേറ്റഡ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഇത് മാരേജും ആവാം, ഡിവോഴ്സും ആവാം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമായിരിക്കാം. അല്ലാച്ചാൽ ഒരു ലീഗൽ ഡിസിഷൻ ആയിരിക്കും നിങ്ങൾ എടുക്കുന്നുണ്ടാവുക. ഒരു ബാലൻസ് ചോയ്സ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവുക. അതുകൊണ്ടും ആയിരിക്കും നിങ്ങൾ ഇത്രയും ആലോചിച്ച് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യണത്. അപ്പോൾ ഏസ് ഓഫ് സോർഡ്സ് നിങ്ങളുടെ പാസ്റ്റിലാണ്. അപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി ഇല്ലാച്ച ബിഗിനിങ് ഇവിടെ കാണാണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇവിടെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്ത് വരാനുള്ള എനർജിയിലായിരുന്നു പാസ്റ്റിൽ. ഇത് ക്ലാരിറ്റിയും കമ്മ്യൂണിക്കേഷനും കൂടിയാണ്. അപ്പോൾ എന്തോ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ അടുത്ത് വന്നു, ഓറൽസ് നിങ്ങൾ ആർക്കോ എന്തോ ഒരു ക്ലിയറായി കമ്മ്യൂണിക്കേഷൻ ചെയ്തു. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് സോർഡ്സ് ഇവിടെ എന്താണ്, ടോറസ് എനർജി, ഹൈറോഫാന്റ്. അപ്പോൾ ഒരു അഗൈൻ എനിക്കൊരു മാരേജിൽ ഇല്ലാത്തൊരു ട്രഡീഷണൽ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റാഗ്നൻസി ഉണ്ടായിരുന്നു വെച്ചാൽ അതിന് നിങ്ങൾ പുറത്ത് വരണ എനർജിയിലാണ്. എന്തോ ഒരു ക്ലാരിറ്റി കിട്ടണ എനർജിയാണ്. ഇല്ലാച്ചാൽ എന്തോ ഒരു ഓഫർ കിട്ടണ എനർജിയാണ്. ഇവിടെ ടോറസ് ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾക്കൊരു പുതിയ ഓഫർ കിട്ടുന്നുണ്ടാവും ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന്. ഒരു മാരേജ് പ്രപ്പോസലും ആവാം, ഇല്ലാച്ച കമ്മ്യൂണിക്കേഷൻ ആവും. ഒരു ടോറസ് പേഴ്സൺ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതല്ലാച്ചാൽ എന്തോ ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ക്ലാരിറ്റി എന്തോ വന്ന മാതിരി കാണുന്നുണ്ട്. അപ്പോൾ കറണ്ട് എനർജിയിൽ 8 ഓഫ് വാൻഡ്സ് ആണ്. ഇത് ഫോർവേഡ് മൂവ്മെന്റ് എനർജിയാണ്. കാര്യങ്ങൾ വേഗം അൺഎക്സ്പെക്റ്റഡ്ലി മുമ്പോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കൺട്രോൾ ഇല്ല ഈ കാര്യത്തിൽ. പക്ഷെ കമ്മ്യൂണിക്കേഷൻ കുറേ കാണുന്നുണ്ട്, ഞാൻ ട്രാവലും കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് ഈ 8 ഓഫ് വാൻഡ്സ് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ, പേജ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഇൻ ലവ് ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു മാരേജ് ഓഫർ ഇല്ല വെച്ചാൽ അങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചു. അവർ നിങ്ങളെക്കുറിച്ച് സീരിയസ് ആണ്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് അവർ നോക്കണത്. അങ്ങനെയാണ് വെച്ചാൽ ഇവിടെ ഞാൻ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനും ഞാൻ കാണുന്നുണ്ട്. പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. കുറേ ഫ്ലേർട്ടിങ് ഉണ്ട്, കുറേ കമ്മ്യൂണിക്കേഷൻ, SMS, വാട്സാപ്പ്, അങ്ങനത്തെ ചാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ പോകുമ്പോൾ നിങ്ങൾ ജൂൺ വിടുമ്പോഴേക്കും നിങ്ങൾ കുറേ ഹാപ്പി എനർജിയിലാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് നിങ്ങളുടെ
നിങ്ങൾക്ക് ആ ഫീലിംഗ് ഉണ്ടാവും, നിങ്ങളുടെ വിഷസ് ഒക്കെ ഫുൾഫിൽ ആവുന്നുണ്ട്, നിങ്ങൾ കുറെ ഹാപ്പി, ഇമോഷണലി ഹാപ്പി എനർജിയിലാണ്. 9 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? 9 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇതൊരു കുറെ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ കുറെ നല്ല ഒരു പൊസിഷനിലാണ്, പക്ഷേ ഇമോഷണലി കൂടിയും നിങ്ങൾ ഒരു നല്ല സിറ്റുവേഷനിലാണ്, നല്ല സ്റ്റേറ്റിലാണ്, നല്ല ഒരു എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ മൂൺ ആണ് നിങ്ങളുടെ ചാലഞ്ച്. ഈ മൂൺ എന്തുകൊണ്ടാണ് ചാലഞ്ച്? ഇവിടെ മൂൺ ക്യാൻസർ പൈസീസ് എനർജിയാണ്, പക്ഷെ മൂൺ ഒരു ഇല്യൂഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്തോ ക്ലിയർ ആയി നോക്കുന്നില്ല ഇതുവരെ, നിങ്ങൾ ഒരു ഡ്രീം ലാൻഡ്, ഡ്രീംസ് ടൈപ്പ് ഓഫ് സിറ്റുവേഷനിലാണ്. അപ്പം നിങ്ങൾക്ക് റിയാലിറ്റി മനസ്സിലാവാൻ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട്. നിങ്ങൾ അത് ഒരു ക്ലിയറായി നിങ്ങൾക്കൊരു പിക്ചർ ഇല്ല ഇതുവരെ. എന്തോ നിങ്ങൾക്ക് അറിയില്ല, ഓരൽസ് എന്തോ ആരോ എന്തോ ഒളിപ്പിക്കണ എനർജിയാണ് മൂൺ. ഇത് ഇല്യൂഷൻസിൻ്റെയും എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്തോ, ഞാൻ പറഞ്ഞ മാതിരി ഒരു പേഴ്സണെ പുതിയതായിട്ട് മീറ്റ് ചെയ്തു വെച്ചാൽ നിങ്ങൾ ആ പേഴ്സൻ്റെ നല്ല കാര്യമേ കാണുള്ളൂ, പക്ഷെ അവരുടെ റെഡ് ഫ്ലാഗ്സും എല്ലാം ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എനർജിയും ആവാം. അപ്പോൾ ഈ മൂൺ എന്താണ് ഇവിടെ? ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. എന്തോ ഈ പേഴ്സൺ ഈതർ നിങ്ങളോട് തുറന്ന് പറയൂല, ഓറൽസ് എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. അതല്ലാച്ച ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം ഫുൾ ഒരു പിക്ചർ ഇല്ല ഇതുവരെ. അവരുടെ ഫാമിലിനെ കുറിച്ച് നിങ്ങൾക്ക് മുഴുവൻ അറിയില്ല. അങ്ങനത്തെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല എന്ന മാതിരി എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടണു ഇവിടെ. അതാണ് നിങ്ങൾക്ക് ചാലഞ്ച്. അഡ്വൈസ് ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ, വേറെ ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കുക ഈ സിറ്റുവേഷനിൽ. മേ ബി വേറെ ആൾക്കാരോട് ചോദിച്ച് നോക്കുക. പിന്നെ എന്തെങ്കിലും ഈ പേഴ്സണെ കുറച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യുക, ഇല്ല വെച്ചാൽ വേറെ ഫ്രണ്ട്സിനോട് ചോദിക്കുക, കോമൺ ഫ്രണ്ട്സിനോട് ചോദിക്കുക. ഇത് ഒരു ഇംബാലൻസിൻ്റെയും എനർജിയാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയില്ല. അതുമാത്രമല്ല, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ പേഴ്സണിന് കുറേ പൈസ കൊടുക്കുന്നുണ്ട്. പറഞ്ഞാൽ ഈ ലവ് റിലേഷൻഷിപ്പിലെല്ലാം ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കും, പക്ഷേ ഇവിടെ ഒരു ഇംബാലൻസ് ആണ്. ആ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് എന്താണ് അവരുടെ ട്രൂ മോട്ടീവ്സ് എന്ന് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. എനർജി വൈസും നിങ്ങളായിരിക്കും കൂടുതൽ ഈ എഫേർട്ട് ഇടുണ്ടാവുക. അതെന്തുകൊണ്ടാണ്, അതും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അതും നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവണേ. 6 ഓഫ് പെൻറ്റക്കിൾസ്, ഹാങ്ഡ് മാൻ. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ, വേറെ ഒരു പെർസ്പെക്റ്റീവിന് കാര്യങ്ങൾ നോക്കാൻ ട്രൈ ചെയ്യുക. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ ഇല്ല ഈ പേഴ്സണെ കുറിച്ച്. ആൻഡ് അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല, പക്ഷെ ചില കാര്യങ്ങൾ വേണിച്ചിട്ട് എന്തോ ഈ പേഴ്സൺ ഒളിപ്പിക്കേണ്ട. അതല്ല വെച്ചാൽ നിങ്ങൾ ക്ലിയറായി കാണില്ല, നിങ്ങൾക്ക് ആ പെർസ്പെക്റ്റീവ് ഇല്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുക, നിങ്ങളുടെ ഔട്ട്ലുക്ക് ചേഞ്ച് ചെയ്യുക. എന്തോ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല, നിങ്ങൾ കാണാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്, പക്ഷെ അങ്ങനെ എന്തോ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എന്തെങ്കിലും ഒരു ഷോക്കിംഗ് കാര്യമായിട്ട് പുറത്തു വന്നാൽ പിന്നെ നിങ്ങൾക്കത് ശരിയാവില്ല ചിലപ്പോൾ അത് ഫ്യൂച്ചറിൽ. അപ്പോൾ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ക്ലിയറായി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു അപ്രോച്ച് യൂസ് ചെയ്യുക. ഇവിടെ ഹിഡൻ ഫാക്ടറിൽ സൺ ആണ്. അപ്പോൾ എന്തോ ഒരു ക്ലാരിറ്റി ഇവിടെ പുറത്ത്, എന്തോ ഒരു കാര്യം പുറത്ത് വരാൻ പോകുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു ഒളിപ്പിച്ച കാര്യം ക്ലിയർ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യില്ല വെച്ചാലും ഈ കാര്യം പുറത്ത് വരും. സൺ ലിയോ എനർജിയാണ്. ചില കേസസിൽ ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, ആൻഡ് അത് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. ഓരൽസ് ഈ പേഴ്സൺ വേറെ ആരോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് മേ ബി ഈ പേഴ്സൺ ഒളിപ്പിച്ചിട്ടുണ്ടാവും. ഓരൽസ് അവരുടെ ഫാമിലിനെ കുറിച്ച് എന്തോ അവർ ഒളിപ്പിച്ചിട്ടുണ്ടാവും, എന്തോ അങ്ങനത്തെ കാര്യമാണ്. സൺ ഇവിടെ 6 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ ഏതോ ഒരു ഫ്രണ്ട് ആയിരിക്കും, ഇതാണ് ഇൻഫർമേഷൻ എന്തോ വരാൻ പോകുന്നുണ്ട്. ആരോ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഒരു ഇൻഫർമേഷൻ തരും, ഓരൽസ് നിങ്ങൾക്ക് മനസ്സിലാവും, എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ആൻഡ് എന്തോ എക്സ്പോസ് ആവാൻ പോകുന്നുണ്ട് ഇവിടെ. വേൾഡ് ആണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ ഇതൊരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ജൂൺ മാസത്തിൽ
ഒരു എൻഡിങ് ആൻഡ് പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. വേൾഡ് ഇവിടെ എന്തുകൊണ്ടാണ്? എംപ്രസ്, നിങ്ങളുടെ എനർജിയാണ് എംപ്രസ്. അപ്പോൾ 3 of Swords. അപ്പോൾ അഗൈൻ നിങ്ങൾ ഓൾറെഡി മാരിഡ് ആണ് വെച്ചാൽ എന്തോ ഒരു കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ മാരി ചെയ്യാൻ പോകുന്നുണ്ട്, ആരോ ഒരു പേഴ്സണെ നിങ്ങൾ ഇഷ്ടമായി, അങ്ങനെയുമാണ് വെച്ചാൽ എന്തോ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ഇൻഫർമേഷൻ ഇവിടെ വരാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ അത് അത്രയും ഒരു നെഗറ്റീവായി ന്യൂസ് ആയിരിക്കില്ല, പക്ഷെ ഇവിടെ എന്താ പ്രോബ്ലം വെച്ചാൽ ഈ പേഴ്സൺ ഇത് നിങ്ങളോട് പറഞ്ഞില്ല എന്നാണ് വിഷമം. വേറെ കാര്യം എന്താ വെച്ചാൽ ഈ പേഴ്സന്റെ വേറൊരു ഫാമിലി ഉണ്ടാവും, അവർ ഓൾറെഡി മാരിഡ് ആയിരിക്കും. ആ കാര്യം കൂടിയും ആണ് ചിലപ്പോൾ ചില കേസസിൽ അതായിരിക്കും അവർ ഒളിപ്പിക്കാൻ നോക്കുന്നുണ്ടാവുക. ആൻഡ് ഇത് പുറത്ത് വരുമ്പോൾ ഒരു ഷോക്ക് ഉണ്ട്, ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ വോഗോ ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഒറക്കിൾ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. ഇത് കുറെ ഒരു പേഴ്സണൽ റീഡിങ് മാതിരി ആയിപ്പോയി. എന്നുവെച്ചാൽ ഇത്രയും ക്ലിയർ ആയി മെസ്സേജ് ഇവിടെ വന്നിരിക്കണത് എനിക്ക് അറിയില്ല എത്ര ആൾക്കാരുടെ കൂടെ ഇത് റെസൊനേറ്റ് ആവാന്ന്. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ, സൂപ്പർ മൂൺ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇമോഷൻസ് ഈ സമയത്ത് കുറെ ഒരു വൾണറബിൾ സിറ്റുവേഷനിലായിരിക്കും. ചിലവർക്ക് ഇത് ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും ഒരു നിങ്ങൾ കുറെ ഒരു ഇമോഷണൽ സിറ്റുവേഷനിലും ആയിരിക്കും. വിൻ വിൻ ഔട്ട്കം ഇസ് ഫോക്കാസ്റ്റ്, ഫുൾ മൂൺ ആൻഡ് ലീബ്ര. അപ്പോൾ ഇവിടെ എന്തായാലും യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്നുവെച്ചാൽ ഈ ഇൻഫർമേഷൻ പുറത്ത് വരണത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാം അക്കോർഡിംഗ്ലി. അതാണ് ഇവിടെ 2 of Wands-ഉം ജസ്റ്റിസ് കാണുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്തിരുന്നു, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ആണ് ഇവിടെ എന്തോ ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോണേ. ആൻഡ് ആ ചേഞ്ച്, ആ ന്യൂ ഇൻഫർമേഷൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ക്രോസ് റോഡ്സിലാവും. എന്താ വേണ്ടത്, ഇപ്പോൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആ ക്രോസ് റോഡ്സിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 of Wands കണ്ട ഓവറോൾ എനർജി. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്തായാലും വിൻ വിൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളില്ലാച്ചാൽ അത് നല്ലതാണ്, നിങ്ങൾക്കൊരു നല്ല പേഴ്സൺ കിട്ടി. പക്ഷെ അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫർമേഷൻ പുറത്ത് വന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും നല്ലതാണ്. എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പിന്നെ അറിയാത്ത കാര്യത്തിൽ പോവാനെക്കാട്ടിലും നല്ലത് നമ്മൾ അറിഞ്ഞിട്ട് മുമ്പോട്ട് പോവാ അല്ലേ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് വോഗോ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം, ഒരു റീഡിങ് വേണം വെച്ചാൽ, പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ ഒരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുക. ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്യുക, ചാറ്റ് ചെയ്യുക. എൻ്റെ കൂടെ ഞാൻ അവിടെ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് പറയുക ആർക്ക് വേണ്ടിയിട്ടാണ് റെസൊനേറ്റ് ആയെന്ന്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നിട്ട്. ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.